സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി 12 താരങ്ങൾ കൊണ്ട് കിരീടം ധരിച്ച സ്വർണ്ണ ലാവക്യമുള്ള ഒരു സുന്ദര സ്ത്രീ പരിശുദ്ധ കന്യകാമറിയം. മാതാവിന്റെ വണക്കമാസത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ്. സുവിശേഷത്തിൽ കാനായിലെ വിവാഹ വിരുന്നിലെ മാതാവിന്റെ സാന്നിധ്യം നാം കാണുന്നുണ്ട്. സുവിശേഷമാര് കൃത്യമായി പറയുന്നത് ഈശോയും ശിഷ്യന്മാരും വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ മറിയെ അവിടെ തന്നെ നേരെ ആരും ക്ഷണിക്കാതെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, നമ്മുടെ വിഷമങ്ങളിലേക്ക് കടന്നു വരുന്നവളാണ് പരിശുദ്ധ മറിയം. മറിയം ചെയ്തത് അവർക്ക് വീഞ്ഞില്ല എന്ന് ഈശോയോട് പറയുകയാണ്. നമുക്ക് ഒരുപാട് പ്രാർത്ഥന വേവുന്നത് നമ്മുടെ വീട്ടിലെ അത്താഴത്തിന് അരിയില്ല, കുഞ്ഞിനെ മരുന്ന് വാങ്ങാൻ കാശില്ല, പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ല, കുടുംബ രീതിയിൽ ചേർച്ചകളില്ല. ഇതൊക്കെ നമ്മൾ ആരും പറയാറില്ല. പറഞ്ഞാൽ തന്നെ ആർക്കും അതിന് വലിയ താല്പര്യമില്ല. എന്നാൽ മറിയം പറയാതെ അറിയുന്നു, ആരും അറിയാതെ പരിഹരിക്കുന്നു. ഈ അമ്മയും അവളുടെ മകനും ചേർന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിലൊട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. അമ്മയോട് പറയാം, വീഞ്ഞ് തീർന്നു പോയി, സ്നേഹിക്കാൻ സാധിക്കാത്തതിൻ്റെ, അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ, ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ നമ്മുടെയൊക്കെ കൽഭരണികൾ, ആഴ്ചനം തന്നെ കൽഭരണികളെ ഈശോക്ക് ഒന്ന് താഴ്ച കൊടുക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.